ചേട്ടാ നിങ്ങളുടെ ലാലൂരിനെ കുറിച്ച് കേട്ടറിഞ്ഞ് ഞങ്ങൾ വന്നതാണ്. പണ്ട് വലിയ വേസ്റ്റ് ഇട്ടിരുന്ന സ്ഥലമാണ്, ഇന്ന് അടിപൊളി ഒരു സ്റ്റേഡിയം ഒക്കെ പണിത് ഗംഭീരായി. അതെ, ഞങ്ങൾ കുറെ സമരം ഞാനും ഉണ്ണേടിനെ ഇവിടെ ചങ്ങലാമ കൂട്ടിയിട്ട് സമരം ഇവിടെ ചെയ്തപ്പോഴാണ്. എന്നിട്ട് ഇപ്പോ ഭയങ്കര വൃത്തികെട്ട സ്ഥലമായിരുന്നു. ഇതിപ്പോ നന്നാക്കി ഇപ്പോ നമ്മുടെ സുനിൽകുമാറും മന്ത്രിമാരും എല്ലാവരും കൂടി വന്ന് ഇവിടെ LDF സർക്കാർ വന്ന് ഇത് നന്നാക്കി ഇതായി എടുത്തു, സൂപ്പറാക്കി എടുത്തു. ഇപ്പം ഗംഭീരമായിട്ടല്ലേ? ഗംഭീരാക്കി. ഇപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനിക്കാം ലാലൂരിനെ പറ്റി. പണ്ട് പുറത്തിറങ്ങി ലാലൂർ എന്ന് പറഞ്ഞ ആളുകൾ ഞങ്ങള് അരനാട്ടുകാരനെ പറയാ, ലാലൂരിന് പറയില്ല. വീട് എവിടെ ചോദിച്ചാൽ അരനാട്ടുകാരനെ പറയുള്ളൂ. ലാലൂരിന് നാണക്കേടായിരുന്നു. അപ്പൊ അഭിമാനത്തോടു കൂടി ഞങ്ങള് ലാലൂർ സ്റ്റേഡിയത്തിന്റെ അടുത്താ നമുക്ക് പറയാം. അതെ, ഇപ്പൊ വിജയ സ്റ്റേഡിയം പറയുള്ളൂ. വിജയ സ്റ്റേഡിയം വിജയ സ്റ്റേഡിയം പറയുള്ളൂ. ഇപ്പൊ ലാലൂരിന് പറയില്ല, വിജയ സ്റ്റേഡിയം പറയുള്ളൂ. ഞങ്ങളുടെ ഓട്ടോറിക്ഷയിൽ കയറിയ ആൾക്കാർ ചോദിക്കണന്ന് ഞങ്ങൾ പറയും ലാലൂര് നല്ല വിജയ സ്റ്റേഡിയം. ലാലൂർക്ക് പറഞ്ഞ വണ്ടി വരില്ലേ? ഒരാള് വെച്ചോട് ചോദിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഒരാള് പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ വന്നു വെച്ചോ. അപ്പൊ എവിടെ വീട്? അപ്പൊ പറയും ലാലൂരാണ്. അയ്യോ ഞങ്ങൾക്ക് പെണ്ണ് വേണ്ട. ഞങ്ങളുടെ ഇവിടുത്തെ ആള് പോയിട്ട് പറയണ തൃശ്ശൂർ എവിടെയെങ്കിലും അല്ലെങ്കിൽ കോലടിയിലോ അല്ലെങ്കിൽ കുറുക്കഞ്ചേരിയിലോ പോയിട്ട് അപ്പുറത്ത് നേരെ എവിടെയും പോയി ഞങ്ങളുടെ മകനൊരു പെണ്ണ് കാണാൻ വന്നതാണ്. അപ്പൊ നിങ്ങളുടെ വീട് എവിടെയാ? അയ്യോ ലാലൂരാണ്. ലാലൂർക്ക് ഞങ്ങളുടെ മോളെ കൊടുത്തയക്കില്ല. ഇവിടുന്ന് ഒരു ആണിന് പെണ്ണിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് തരൂല്ല, ഇവിടുത്തെ ഒരു പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോകില്ല. ഇപ്പൊ ലാലൂരിനെ പറയാറന്നില്ല ഞങ്ങള്. അരനാട്ടുകാര അല്ലെങ്കിൽ ഓളരീനെ ഇവിടെ പറയുള്ളൂ. ഇപ്പോ വിജയ സ്റ്റേഡിയം എങ്ങനെയുണ്ട്? ഇങ്ങനെ ഒരു മാറ്റം എപ്പോഴെങ്കിലും മനസ്സിൽ പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാണ്ടായിരുന്നു. ഇത് ഇപ്പൊ LDF സർക്കാർ വന്ന് ഞങ്ങൾക്ക് ഇത് പൂർത്തിയാക്കി തന്നു. വന്നപ്പോ അതൊരു ഗംഭീര മാറ്റം. ഗംഭീര മാറ്റം. ഇപ്പൊ എല്ലാരും കാണാൻ വരാ, എപ്പോഴും വൈകുന്നേരം ഇവിടെ വന്നിരിക്കുക. കംപ്ലീറ്റ് ആൾക്കാര് നല്ല ആളായിരിക്കും. എപ്പോഴും ആൾക്കാർ വന്ന് ഇവിടെ വെറുതെ വന്നിരിക്കും, വന്നിട്ട് പോകും. ഇതായിട്ട് സ്പോർട്സ് കോംപ്ലക്സ് മാത്രമല്ല, വിജയന്റെ സ്റ്റേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യാന്തര സ്റ്റേഡിയത്തിനകത്ത് അവിടെ മതിലൊക്കെ കെട്ടി വേർതിരിച്ച് ഞങ്ങളെ ലാലൂക്കാരൊക്കെ തള്ളുകയല്ല, ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾക്കും ഇവിടെ വന്ന് കളിക്കാനുള്ള സൗകര്യം തന്നെ കിട്ടിയെന്നുള്ളത് ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾക്ക് തന്നെ വലിയ എന്താ ഇവിടെ നേരം എടുത്താലും രാത്രി ആയാലും പണി കഴിഞ്ഞ് വരുന്നവരും അവിടെ കുട്ടികളൊക്കെ ഇത്ര 7 മണി 8 മണിയാ എല്ലാ ലൈറ്റും ക്ലിയർ ആയിട്ട് എല്ലാം കത്തുണ്ട്. ഒരു ഇതില്ല, എല്ലാം ക്ലിയർ ആയിട്ട് അവർ വൈകുന്നേരം കത്തിച്ചിട്ട് തരുന്നുണ്ട്. ഇവിടെ ഞങ്ങളുടെ അവിടെ ഭൂമി മേടിക്കാൻ വരും. അപ്പോൾ ചോദിക്കണം ലാലൂർ എന്താ ഭൂമി വെറുതെ കൊടുത്ത വേണ്ട സ്ഥലം. ഇപ്പോൾ ഇവിടെ വന്ന് ഒരു 5 കൊല്ലം മുമ്പ് വരെ ഒരു 1.5 ലക്ഷം രൂപ വരെ പിന്നെ കാലത്തൊക്കെ പണിത് കയറി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആ കാഞ്ഞാണി റോഡിൽ നിന്ന് തൃശ്ശൂർ വന്നിട്ട് മെയിൻ റോഡാണ് കാഞ്ഞാണി റോഡ്, കലക്ടറേറ്റിൻ്റെ പോണ റോഡ്. ആ റോഡ് തിരിഞ്ഞ് 1/2 കിലോമീറ്റർ കടന്നു കഴിഞ്ഞാൽ IMG റെഡിയായി. ഇവിടെ ഒരു 13 ലക്ഷം രൂപ ചുരുങ്ങിയത് ഇപ്പോ അപ്പൊ ഒരു വികസനം ഉണ്ടാക്കിയൊരു മാറ്റമാണ്. ഒറ്റക്കാരുള്ളോ ഈ നാടിനെ ഇങ്ങനെയാക്കിയത്? പിണറായി ഗവൺമെന്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു ഗ്രൗണ്ട് ഇവിടെ വരില്ലായിരുന്നു.